നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഏഞ്ചൽ വാലി വനവിജ്ഞാപന വിപണന കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരത്തിന് പിന്തുണയുമായി ബി.ജെ.പി. 50 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി എസ്. സുരേഷ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. പ്രതികളായ 5 സീനിയർ വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദു ചെയ്യും. ഒരു നഴ്സിംഗ് കോളേജിനും പ്രവേശനം നൽകരുതെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ലോക വനിതാ ദിനം ആചരിച്ചു. നാടെങ്ങും വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. വന്യജീവികൾ വനത്തിന് പുറത്തേക്ക് കടക്കാതിരിക്കുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഏഞ്ചൽ വാലി വനവിജ്ഞാന വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പെരിയാർ ടൈഗർ റിസർവ് ഡിവിഷനിൽ പമ്പ റേഞ്ചിലെ ഏഞ്ചൽ വാലിയിൽ നിർമ്മിച്ച വനവിജ്ഞാന വ്യാപന കേന്ദ്രം നാടിന് സമർപ്പിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവികൾ വനത്തിന് പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പെരിയാർ ടൈഗർ റിസർവിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിൽ 2 വർഷത്തിനിടയിൽ ഒരു മരണം പോലും വന്യജീവി ആക്രമണം മൂലം ഉണ്ടായിട്ടില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ ഫലപ്രദമായി നടപ്പാക്കിയതിന്റെ ഫലമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഡിവിഷനിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു മനുഷ്യനും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന സവിശേഷത ഈ പ്രദേശത്തിനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈയൊരു മികവ് എടുത്തു പറയാൻ നമുക്ക് കഴിയുന്നത്. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പിന് ശേഷമുള്ള വിപണനോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ എം.എൽ.എ. അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി, പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ഐ.എസ്. സുരേഷ് ബാബു, വന്യജീവി വിഭാഗം ഫീൽഡ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി.പി. പ്രമോദ്, പി.ടി.സി.എഫ് ഗവേണിംഗ് ബോഡി അംഗം എം.കെ. ഷാജി, ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ എസ്. സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി ബി.ജെ.പി. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ബി.ജെ.പി. കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വേതന വർധന അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി ബി.ജെ.പി. കേരളത്തിൽ 50 കേന്ദ്രങ്ങളിൽ ജനകീയ പ്രക്ഷോഭം നടന്നു. ബി.ജെ.പി. കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തി. KVMS ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. ആലപ്പുഴ മുൻ ജില്ലാ അധ്യക്ഷൻ എം.വി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ അവഹേളിക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് എം.വി. ഗോപകുമാർ പറഞ്ഞു. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളും 10,000-ലേറെ തുക ആശാ പ്രവർത്തകർക്ക് നൽകുമ്പോൾ കേരളത്തിൽ മാത്രം അടിസ്ഥാനപരമായി 7,000 രൂപ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റ്. തൊഴിലാളികൾക്കൊപ്പമാണ് ഞങ്ങൾ, പ്രവർത്തിക്കുന്നവർക്കൊപ്പമാണ് ഞങ്ങൾ, അധ്വാനിക്കുന്നവർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. ഈ വിഷയത്തിനെതിരായിട്ടാണ് കേരളത്തിൽ വലിയ ജനവികാരം ഉണ്ടാകുന്നത്. ആശാപ്രവർത്തകർ മാത്രമല്ല സമരത്തിലുള്ളത്, കേരളത്തിലെ ജനങ്ങളെല്ലാം സമരത്തിലാണ്. CPM ആ സമരത്തെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയി ചാക്കോ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം ബി. രാധാകൃഷ്ണ മേനോൻ, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, VN മനോജ്, മേഖലാ ജില്ലാ നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വനിതാ ദിനം സാർത്ഥകമാകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി അനിവാര്യമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എസ്. സുരേഷ്. ആശാപ്രവർത്തകർക്ക് ഐക്യവുമായി കോട്ടയത്തെ ബി.ജെ.പി. വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിനിടയിൽ കഴിഞ്ഞ 26 ദിവസമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ഇത്തവണത്തെ വനിതാ ദിനം സാർത്ഥകമാകണമെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി അനിവാര്യമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എസ്. സുരേഷ്. കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ആശാപ്രവർത്തകരെ നിരന്തരം അപമാനിക്കുകയും ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ധാർഷ്ട്യം കൈമുതലാക്കിയ വീണ ജോർജിന്റെ നിലപാടുകൾ കേരള സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്. 10 വർഷം മുൻപ് ആശാപ്രവർത്തകർക്ക് പ്രതിദിന ശമ്പളം 700 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് മാർച്ച് നടത്തിയ CITU സംസ്ഥാന
സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും ഇപ്പോൾ ആശാപ്രവർത്തക സമരത്തെ അപമാനിക്കുകയാണെന്നും എസ് സുരേഷ് പറഞ്ഞു. തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ കോട്ടയം വെസ്റ്റ് ജില്ലയുടെ ആശാപ്രവർത്തകർക്ക് പിന്തുണ അർപ്പിച്ചുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളായിട്ട് പരിഗണിച്ച് മിനിമം വേതനം ഉറപ്പുവരുത്തേണ്ടത് ശിവൻകുട്ടി എന്ന് പറയുന്ന തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ഇതൊന്നും നരേന്ദ്രമോദിയല്ല, ഇതൊന്നും JP നഡ്ഡയല്ല ചെയ്യേണ്ടത്. ഈ ബോധ്യവുമില്ലാതെ ഇങ്ങനെ വിഡ്ഢിത്തം പുലമ്പി ആശാ വർക്കേഴ്സിനെയും കേരള സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ ജോർജ് എന്ന് പറയുന്ന ഇവിടുത്തെ വനിതകളുടെ മുന്നേറ്റത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഏറ്റവും നാണം കെട്ട വനിതാ മന്ത്രിയും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പലതും ഇന്ന് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ആശാ വർക്കേഴ്സിന് ഓണറേറിയം നൽകാൻ നരേന്ദ്രമോദി പൈസ കൊടുക്കാത്തതാണ് കാരണമെന്ന് നിയമസഭയിൽ പോലും പുലമ്പിയ വീണ ജോർജ് ഇന്ന് വിഡ്ഢിവേഷം കെട്ടുന്ന വനിതാ നേതാവായിട്ട് ഈ വനിതാ ദിനത്തിൽ കേരളത്തിൽ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗങ്ങളായ K. ഗുപ്തൻ, B. വിജയകുമാർ, NK ശശികുമാർ, തോമസ് ജോൺ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PG ബിജുകുമാർ, S. രതീഷ്, ന്യൂനപക്ഷ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം സുമിത്ത് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ ഉത്തരവ്. ഇവർക്ക് ഒരു നഴ്സിംഗ് കോളേജിലും പ്രവേശനം നൽകരുതെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ 1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത കേസിൽ പ്രതികളായ 5 സീനിയർ വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ ഉത്തരവ്. നഴ്സിംഗ് സംബന്ധമായ ഒരു കോഴ്സിനും പ്രവേശനം നൽകരുതെന്നും ശുപാർശയുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യുവാണ് ഉത്തരവിട്ടത്. 2-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, NS ജീവ, 3-ാം വർഷ വിദ്യാർത്ഥികളായ രാഹുൽ രാജ്, റിജിൽ ജിത്ത്, NV വിവേക് എന്നിവരുടെ പ്രവേശനമാണ് റദ്ദാക്കിയത്. ഇവർക്ക് ഇനി കോളേജ് ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. പഠനാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഉടൻ റദ്ദാക്കണമെന്നും നിർദ്ദേശമുണ്ട്. രോഗി പരിചരണ മേഖലയിൽ ഇത്തരം ക്രൂര മനസ്സുള്ളവരെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുതെന്നും അതിനാൽ നഴ്സിംഗ് മേഖലയിലെ മറ്റു കോഴ്സുകളിലും പ്രതികളുടെ പ്രവേശനം തടയുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കേരള നഴ്സിംഗ് കൗൺസിലിനോട് DME ശുപാർശ ചെയ്തു. DMEയുടെ നിർദ്ദേശപ്രകാരം 4-അംഗ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കങ്ങഴ ഗ്രിഗോറിയൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ GIT ക്യാമ്പസിൽ വനിതാ ദിനാചരണം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. കങ്ങഴ ഗ്രിഗോറിയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രിഗോറിയൽ നഗറിലുള്ള GIT ക്യാമ്പസിൽ വെച്ച് ലോക വനിതാ ദിനം ആചരിച്ചു. എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, പാരാമെഡിക്കൽ, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി തുടങ്ങിയവ പഠിപ്പിക്കുന്ന കോളേജുകൾ അടങ്ങിയവയാണ് ഈ ഗ്രൂപ്പ്. വനിതാ ദിന സമ്മേളനത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി, കങ്ങഴ പഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീഗം, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അവരെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം പര്യാപ്തതയിലേക്ക് വായു ശ്വസിക്കാൻ അവരെ പര്യാപ്തമാക്കിക്കൊണ്ടെന്ന് സമൂഹത്തിന് വിവിധ കർമ്മമേഖലകളിൽ അവരുടേതായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ഒത്തുപോയിരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ് സ്ത്രീ സമൂഹം. സ്ത്രീ സമൂഹത്തിന്റെ പോരാട്ടങ്ങളുടെ വീതികൾ, ചരിത്ര പാഠങ്ങൾ, ഒരു കാലഘട്ടത്തിൽ അടുക്കളകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന സ്ത്രീ സമൂഹം ഇന്ന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അവരുടേതായ സാന്നിധ്യം വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. സമ്മേളനത്തിൽ കുടുംബശ്രീ മിഷന്റെയും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ GIT നടപ്പാക്കുന്ന അസ്വാഡ് ഹോം മെയിന്റനൻസ് സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ വാഴൂർ ബ്ലോക്കിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ വിവിധ മേഖലകളിൽ സ്വയം പര്യാപ്തത ആർജിച്ച തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. GIT കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അസ്വാഡ് പ്രോഗ്രാം വഴി കോട്ടയം ജില്ലയിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന പ്രഖ്യാപനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ലഹരി മാഫിയയിലെ പ്രധാനി തിരുവല്ലയിൽ പിടിയിൽ. 10 വയസ്സുള്ള മകനെ മറയാക്കിയാണ് തിരുവല്ല സ്വദേശിയായ ഷമീർ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. MDMA കവറിലാക്കി മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചായിരുന്നു കച്ചവടം. 3.78 ഗ്രാം MDMAയും പിടികൂടി. തിരുവല്ല ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. ചിറക്കടവ് തെക്കേത്ത് കവല പരിയാരത്ത് ശ്രീഭദ്ര ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര ക്രിയകളും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ഞായറാഴ്ച സമാപിക്കും. നാളെ രാവിലെ 5 മണിക്ക് പ്രാസാദ പ്രതിഷ്ഠയും പീഠപ്രതിഷ്ഠയും നടക്കും. പകൽ 10:50-നും 11:41-നും മധ്യേ ബിംബ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം തന്ത്രി കടിയക്കോൽ ഡോക്ടർ ശ്രീകാന്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പനമറ്റം ദേശീയ വായനശാലയിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി അവൾക്കൊപ്പം എന്ന പേരിൽ തുറന്ന ചർച്ച നടത്തി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലറും സോഷ്യൽ വർക്കറുമായ സേതു പാർവതി ചർച്ച നയിച്ചു. ന്യൂയോർക്കില് ഒരു തുണിമില്ലിൽ അന്നത്തെ വനിതകള് തങ്ങളുടെ തുല്യ വേതനത്തിനും അവകാശത്തിനും വേണ്ടി പോരാടിയ ഒരു ചരിത്രമുണ്ട്. 1857 മാർച്ച് 8. അന്ന് തൊട്ട് അതിനു മുമ്പ് തന്നെ വനിതകളുടെ ശാക്തീകരണത്തിന്, തുല്യതയ്ക്ക്, അവരുടെ വേതന പരിഷ്കാരത്തിന്, അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രയത്നങ്ങൾ നമ്മുടെ മുതിർന്ന തലമുറ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1975 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട്. പാലാ സെന്റ് ജോസഫ് ഓട്ടോണമസിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നുവന്ന നാഷണൽ ടെക് ഫെസ്റ്റ് അസ്ത്ര സമാപിച്ചു. അസ്ത്രയുടെ 9ാം പതിപ്പിനാണ് തിരശ്ശീല വീണത്. മുൻ വർഷങ്ങളിലെ പോലെ ആസൂത്രണ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും പാലാ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓട്ടോണമസിൽ നടന്ന അസ്ത്ര 2025 ശ്രദ്ധ നേടി. കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് അസ്ത്ര 9.0 യാഥാർത്ഥ്യമാക്കിയത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് LED മെട്രിക് ക്യൂബ്, ഹോം ഓട്ടോമേഷൻ, പ്ലാസ്മ ബോർഡ്, കോയിൽ ഗൺ, ഭക്ഷണം വിതരണം ചെയ്യുന്ന റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ, ട്രിപ്പിൾ ഇന്നോവേഷൻ ക്വിസ്, വയറിംഗ് മത്സരം, PCB ഡിസൈൻ ശില്പശാല എന്നിവയും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹാക്ക് ഷീൽഡ്, ടഗ് ബാറ്റിൽ, സൈഫറിക് ഗ്രാൻഡ് ചലഞ്ച്, ഫോറൻസിക് അധിഷ്ഠിത ക്രൈം ലാബ്, ബിഹൈൻഡ് ദ ക്രൈം എന്നിവയും ഒരുക്കി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം, എഞ്ചിൻ അസംബ്ലി, ക്യാഡ് മത്സരം, ലാത്തലക്സ് മെഷീൻ ചലഞ്ച്, ECU ട്യൂണിംഗ്, ഡ്രോൺ ശില്പശാലകൾ എന്നിവയും, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, പോപ്സി ബ്രിഡ്ജ് ചലഞ്ച്, സയൻസ് കാസിൽ, ക്യാഡ് മത്സരം എന്നിവയും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം, 8-ബിറ്റ് സർവൈവൽ, സർക്യൂട്ട് ബ്ലാസ്റ്റേഴ്സ്, ഹോം റേഡിയോ പ്രദർശനം, VSLI സർക്യൂട്ട് ഡിസൈൻ, മാത്ലാബ് ആപ്ലിക്കേഷൻ, CDR ശില്പശാലകൾ എന്നിവയും അസ്ത്രയിൽ പ്രദർശിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗം, AI ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി എന്നിവയും, LLM4, ഡീപ് ബ്രിഡ്ജ് എന്നീ ശില്പശാലകളും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം, ടെക് ട്രൈക്ക്, കോഡ് സ്ട്രൈക്കിംഗ്, ഫ്യൂച്ചർസ്കേപ്പ്, ഡിജിറ്റൽ ODC എന്നിവയും തമ്മിലുള്ള മത്സരങ്ങളും, ഗെയിം ഡെവലപ്മെന്റ് ശില്പശാലകളും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം, ആർക്കേഡ് ഷോഡൌൺ, ടെക്നോവ, മോഴ്സ് ക്രാഫ്റ്റ്, ക്വാണ്ടം ഹറൈസ് പോലുള്ള ഗെയിമിംഗ് കോഡിംഗ് മത്സരങ്ങളും, AI ആൻഡ് എംബഡഡ് സിസ്റ്റം ശില്പശാലകളും സംഘടിപ്പിച്ചിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ബെസ്റ്റ് മാനേജ്മെന്റ് ടീം, ബിസിനസ് ക്വിസ്, HR ഗെയിം, സ്പോട്ട് ഫോട്ടോഗ്രാഫി എന്നിവയും സംഘടിപ്പിച്ചു. കൂടാതെ സ്റ്റാർ ഓഫ് അസ്ത്ര, മിനി തിയേറ്റർ, എലിസിയം, നിയോൺ ഫുട്ബോൾ, കോൺസോൾ ഗെയിമിംഗ് എന്നിവയും അസ്ത്രയുടെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. മിനിയേച്ചർ മോഡൽ എക്സ്പോ, അഗ്നിശമന സുരക്ഷാ പ്രദർശനങ്ങൾ, NCC ആയുധ പ്രദർശനം എന്നിവയും അസ്ത്രയെ ആകർഷകമാക്കി. അസ്ത്ര 9.0 ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം, കല എന്നിവയുടെ വേദിയായതിനാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായെന്ന് ചെയർമാൻ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് താഴത്തിൽ പറഞ്ഞു. ഡയറക്ടർ പ്രൊഫസർ ജെയിംസ് ജോൺ മംഗലത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ VP ദേവസ്യ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് പുരയിടത്തിൽ എന്നിവർ അസ്ത്ര 9.0 നേതൃത്വം നൽകി. ഡോക്ടർ ബിനോയ് ബേബി, ഡോക്ടർ അരുൺ P എന്നിവർ ജനറൽ കോർഡിനേറ്റർമാരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ സ്റ്റുഡിയോ ഫ്രണ്ട്സ് സ്വാശ്രയ സംഘത്തിന്റെയും ബ്ലഡ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണവും വനിതകളുടെ മെഗാ രക്തദാന ക്യാമ്പും നടത്തി. 30 വനിതകൾ രക്തം ദാനം ചെയ്തു. സ്റ്റുഡിയോ ഫ്രണ്ട്സ് സ്വാശ്രയ സംഘത്തിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും മരിയൻ മെഡിക്കൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണവും വനിതകളുടെ മെഗാ രക്തദാന ക്യാമ്പും നടത്തി. മരിയൻ മെഡിക്കൽ സെന്റർ കോൺഫറൻസ് ഹാളിൽ സ്റ്റുഡിയോ ഫ്രണ്ട്സ് സ്വാശ്രയ സംഘം പ്രസിഡന്റ് യബിൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മാണി കാപ്പൻ MLA ദിനാചരണവും ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമ്പന്റെ രക്തദാന സന്ദേശവും നൽകി. മരിയൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷെറി ജോസ്, ജനമൈത്രി പോലീസ് NK അജയകുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ്, PR സിസ്റ്റർ ബെൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 30ഓളം പേർ രക്തം ദാനം ചെയ്തു. വനിതകളോടൊപ്പം പുരുഷന്മാരും രക്തം ദാനം ചെയ്യാനുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്:
ജില്ലയിലെ അസാബ് കേരളയുടെ നേതൃത്വത്തിൽ ജർമ്മൻ A1 കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ മാർച്ച് 22-നകം അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 7736645206. MG സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ കോട്ടയത്തിന്റെ ആഭിമുഖ്യത്തിൽ MG സർവകലാശാല സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി ആൻഡ് ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ മാർച്ച് 13-ന് രാവിലെ മെഡിറ്റേഷൻ ആൻഡ് മെമ്മറി മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ സൗജന്യ സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാം നടത്തുന്നു. സെന്റർ ഫോർ യോഗ സെമിനാർ ഹാളിൽ ഡോക്ടർ സുധീഷ് ആചാര്യർ നയിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മാർച്ച് 12-ന് മുൻപ് ബന്ധപ്പെടണം. ഫോൺ 0471-2731-025 9495628626. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഏഞ്ചൽ വാലി വനവിജ്ഞാപന വിപണന കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരത്തിന് പിന്തുണയുമായി BJP. 50 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. പ്രതികളായ 5 സീനിയർ വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദു ചെയ്യും. ഒരു നഴ്സിംഗ് കോളേജിനും പ്രവേശനം നൽകരുതെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ലോക വനിതാ ദിനം ആചരിച്ചു. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.